കോൺഗ്രസിൻ്റെ ആരോപണം വന്നിരിക്കുന്നത് 2021 നടന്ന തെരഞ്ഞെടുപ്പിൽ CPM BJP അല്ലെങ്കിൽ RSS ബാന്ധവം ഉണ്ടായിരുന്നു, സഹകരണം ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. മുരളീധരന് വന്നതിന് ശേഷവും ഇത്തരത്തിലൊരു ബാന്ധവം ഉണ്ടായി എന്നുള്ളത് സംബന്ധിച്ചുള്ള ചർച്ചകൾ വീണ്ടും സജീവമാകുന്നതിനിടയിലാണ് ഈ ഒരു ആരോപണം കൂടെ വന്നിരിക്കുന്നത്. അല്ല, മുരളീധരൻ വന്നതിന് ശേഷം ഞാൻ നേരത്തെ പറഞ്ഞുള്ളൂ, മുഖ്യ ശത്രു കോൺഗ്രസ്സാണ്. കേന്ദ്രത്തിലാണെങ്കിലും ദേശീയ തലത്തിലാണെങ്കിലും സംസ്ഥാന തലത്തിലാണെങ്കിലും നമ്മൾ വെറുതെ CPM കാരുമായിട്ട് വെട്ടുകൂത്തും നടത്തി നമ്മുടെ ആളുകൾ മരിക്കേണ്ട ആവശ്യമില്ല, പരിക്കുപറ്റേണ്ട ആവശ്യമില്ല, അവരുടെ കുടുംബസഹായ ഫണ്ട് പിരിക്കേണ്ട ആവശ്യമില്ല, കാശിന് വേറെ പല ഉപയോഗങ്ങളും ഉണ്ട് എന്ന ഒരു നറേറ്റീവ് അത് കൊണ്ടുവരിക, അത് BJP കാരെ കൊണ്ട് അംഗീകരിപ്പിക്കുകയും ചെയ്യും. അതാണ് അദ്ദേഹത്തിൻ്റെ പിച്ച്. വെറുതെ ഒരു സിദ്ധാന്തം മുന്നോട്ട് വെച്ചിട്ട് കാര്യമില്ല. അതിന് കേന്ദ്ര നേതൃത്വത്തിൻ്റെ ഒരു കൈവെപ്പും കൂടി ഉണ്ടായിരുന്നു എന്ന് വേണം വിചാരിക്കാൻ. അങ്ങനെയാണ് RSS മാർക്സിസ്റ്റ് സംഘടനകൾ നമ്മുടെ നാട്ടിലുണ്ടായത്. ശ്രീ എമ്മിൻ്റെ നേതൃത്വത്തിൽ ചർച്ച നടന്നൊക്കെ പറയില്ലേ, അതൊക്കെ സത്യമാണ്. അപ്പോൾ അങ്ങനെ ചർച്ച ചെയ്ത് ഇനി വാളെടുത്തവൻ വാളാൽ എന്നൊരു ധാരണ വേണ്ട, നമുക്ക് പരമാവധി സംയമനം പാലിക്കാം. RSSും മാർക്സിസ്റ്റും തമ്മിൽ ഏറ്റുമുട്ടിയിട്ട് ഇവിടെ ഒരു വിപ്ലവം ഉണ്ടാകാൻ പോകുന്നില്ലല്ലോ. അങ്ങനെ കുറേ ആളുകളുടെ ജീവൻ രക്ഷപ്പെട്ടു. അങ്ങനെയാണ് അവിടെ ഈ സംഗതികൾ അവസാനിച്ചത്. പക്ഷേ അതിൻ്റെ ഗുണം രണ്ട് പാർട്ടികൾക്ക് കിട്ടി, അതൊരു വേറൊരു സത്യമാണ്. ശരിയാണ്. പക്ഷേ ഇപ്പോൾ 75 തുടങ്ങിയ ബാന്ധവം അത് ഹ്രസ്വകാല അടിസ്ഥാനത്തിൽ മുന്നോട്ട് പോകുന്നു. ഇപ്പോൾ വീണ്ടും ഇത് 2025 അത് സജീവമായി ചർച്ചയാവുകയാണ്. എന്ത് തോന്നുന്നു ഇപ്പോൾ? നേരത്തെ തൊട്ട് മുമ്പ് അങ്ങ് സൂചിപ്പിച്ച പോലെ കോൺഗ്രസ് മുക്ത ഭാരതം, അതുപോലെ തന്നെ കോൺഗ്രസ് മുക്ത കേരളം, ഇതൊക്കെ ലക്ഷ്യം വെച്ച് പോകുമ്പോൾ അതിനുവേണ്ടി